മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജാണിത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായി ടൂ വീലർ മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ ഓടിച്ചാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. അപ്പം നന്നായി ഓടിക്കണമെങ്കിൽ വണ്ടിയെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താണ് നമ്മൾ ഓടിക്കേണ്ടത്. ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കണമെങ്കിൽ നമുക്ക് നന്നായി ഹാൻഡിൽ ബാലൻസ് കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് ഈ വെട്ടലും വിറയിലും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേഗത കൂട്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടത്തെ നമ്മളെ ഗ്രൗണ്ടിൽ നന്നായി നമ്മളെ അപ്പർ ഗ്രൗണ്ടിലും ലോവർ ഗ്രൗണ്ടിലും നന്നായിട്ട് ഓടിച്ച് പ്രാക്ടീസ് ആയിട്ട് വേണം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് തലേ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമുക്ക് ലേണേഴ്സ് പാസ്സായാലുടൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലേണേഴ്സ് എടുത്തു, അല്ലെങ്കിൽ ലേണേഴ്സ് കിട്ടുന്നതിന് മുമ്പ് ഗ്രൗണ്ടിനകത്താണ് നമ്മൾ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാക്ടീസിനെ കൂടുതൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പ്രാക്ടീസിനെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമുക്ക് 30 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയാൻ പറ്റും ഇത്രാം തീയതിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന്. അപ്പൊ ആ അവസാന ദിവസം വരെ കൊണ്ടുപോകാതെ നേരത്തെ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ വന്നു ഏകദേശം ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞു, നമുക്കറിയാം ഇത്രാം തീയതിയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പൊ അന്ന് നമ്മൾ നന്നായി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രാക്ടീസ് നന്നായി ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ വെട്ടലില്ലാതെ വണ്ടി ഓടിക്കണം, സ്പീഡിന് ഓടിക്കാൻ കഴിയണം, വേണ്ടത്ര സമയങ്ങളിൽ വേണ്ടതുപോലെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടാവണം, ഒരു കൈ കൊണ്ട് ഹാൻഡ് സിഗ്നൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കൈ കൊണ്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ കിട്ടിയിരിക്കണം. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസം നന്നായി ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്ന കുട്ടികൾ മാത്രമേ ടെസ്റ്റ് പാസ്സാവുള്ളൂ. അപ്പോൾ സാറ് വണ്ടിയെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ 5 സെക്കൻഡ് സ്റ്റോപ്പ് സിഗ്നലിൽ കാണിച്ചാണ് വണ്ടിയെ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മൾ ഒരു കൈ കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. നിർത്താൻ നേരത്ത് 2 കൈ ഹാൻഡിൽ പിടിച്ച് തന്നെയാണ് നിർത്തുന്നത്. അപ്പോൾ 5 സെക്കൻഡ് സ്റ്റോപ്പ് സിഗ്നലിൽ കാണിച്ചു, കൈ ഹാൻഡിലിൽ പിടിച്ചു, വണ്ടിയെ നിർത്തിയതിനു ശേഷം നമ്മൾ തിരിഞ്ഞാണ് പോകുന്നതെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കി ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കി റൈറ്റ് സിഗ്നലിൽ കാണിച്ചിട്ടേ നമ്മൾ തിരിക്കാവും. അത് തിരിക്കുന്നത് 2 കാലുകൾ ഊന്നിയല്ല തിരിക്കുന്നത്, വലത്തോട്ടാണ് തിരിക്കുന്നത്. വണ്ടിയെ വലത്തോട്ട് ചരിച്ച് ഒരു കാല് പൊക്കി വെച്ച് ഒരു കാല് ഊന്നിയാണ് തിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ സ്പീഡ് വരുത്തി ഓടിക്കണം. അപ്പൊ വീണ്ടും സാറ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ എപ്പോഴും സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാലും അവിടെയെല്ലാം 5 സെക്കൻഡ് സ്റ്റോപ്പ് സിഗ്നലിൽ കാണിച്ച് വേണം നിർത്തേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി നിർത്തേണ്ട പോയിന്റിൽ വീണ്ടും കൊണ്ടുപോയി സ്റ്റോപ്പ് സിഗ്നൽ 5 സെക്കൻഡ് കാണിച്ച് നിർത്തണം. വീണ്ടും അവിടെ നമ്മൾ തിരിഞ്ഞു നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പാക്കി റൈറ്റ് സൈഡിൽ കാണിച്ചാണ് കൊണ്ടുവന്ന് നിർത്തേണ്ടത്. അപ്പൊ ഇത് കഴിയുമ്പോൾ സാറ് നിങ്ങളോട് സിഗ്നൽ ചോദിക്കും, ഹാൻഡ് സിഗ്നൽ. അപ്പൊ റൈറ്റ് ചോദിക്കുന്നെങ്കിൽ റൈറ്റ് ഇങ്ങനെ കാണിക്കണം, ലെഫ്റ്റ് ആണ് ചോദിക്കുന്നെങ്കിൽ 3 പ്രാവശ്യം ഇങ്ങനെ കറക്കി നല്ലതുപോലെ കറക്കി കാണിക്കണം. അതുപോലെ ഓവർടേക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഇങ്ങനെ തന്നെ കാണിക്കണം. 3 പ്രാവശ്യം ഓവർടേക്കിംഗ് സൈഡിൽ കാണിക്കണം. സ്ലോ കാണിച്ചാൽ കൈ കമിഴ്ത്തി 3 പ്രാവശ്യം ഉയർത്തിയും താഴ്ത്തുകയും ചെയ്യണം. സ്റ്റോപ്പ് കാണിക്കുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കണം. അപ്പൊ ഇതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യുക. നന്നായി ടൂ വീലർ ഓടിക്കുന്ന കുട്ടികൾ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുള്ളൂ. ഏകദേശം നമ്മൾ തപ്പിപ്പിടിച്ചൊക്കെ ഓടിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ടെസ്റ്റിന് കയറാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ലൈസൻസ് കിട്ടൂല. അതുകൊണ്ട് ടൂ വീലർ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 8 എടുക്കുമ്പോൾ അറിയാം, നമ്മൾ 8 നമ്മൾ വലത്തോട്ട് തിരിക്കുമ്പോൾ നമ്മൾ ആദ്യകാല ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങോട്ടാണോ വണ്ടിയെ തിരിക്കുന്നത് ആ വശത്തെ കാല് മാത്രമാണ്. ഇപ്പോൾ വലത്തോട്ട് തിരിക്കുന്നെങ്കിൽ വണ്ടിയെ വലത്തോട്ട് ചരിച്ച് വലത്തേ കാല് താഴെ ഊന്നി ഇടത്തേ കാല് പൊക്കി വെച്ചാണ് തിരിക്കുന്നത്. നമ്മൾ ഇടത്തോട്ടാണ് തിരിക്കുന്നെങ്കിൽ വണ്ടി ഇടത്തോട്ട് ചരിച്ചിട്ട് വലത്തേക്കാല് പൊക്കി വെച്ച് ഇടത്തേക്കാല് ഊന്നി. അപ്പൊ അതേപോലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് വണ്ടിയെ യു ടേൺ ചെയ്യുക, തിരിച്ചു വരാനായിട്ട് സാർ പറയുമ്പോൾ ചെയ്യേണ്ടത്. വലത്തോട്ടാണ് തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കി വണ്ടിയിലെന്ന് ഉറപ്പാക്കി റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിച്ച് വണ്ടിയെ വലത്തോട്ട് തിരിക്കുമ്പോൾ വലത്തേക്കാല് ഊന്നി ഇടത്തേക്കാല് പൊക്കി ഒരു കാല് കൊണ്ടാണ് തിരിച്ചു വരേണ്ടത്. 2 കാലുകൊണ്ട് ഇങ്ങനെ തപ്പി വരുന്ന ആളിന് ലൈസൻസ് കിട്ടൂല. ഹാൻഡിൽ വെട്ടുന്നവർക്ക് ലൈസൻസ് കിട്ടൂല. 5 സെക്കൻഡ് സിഗ്നൽ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ കിട്ടൂല. തിരിക്കാൻ നേരത്ത് റൈറ്റ് സിഗ്നൽ കാണിച്ച് കിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിൽ ടൂ വീലർ പഠിക്കുന്ന കുട്ടികൾ നന്നായി അവിടെ പൈസ നോക്കാതെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാകാൻ കഴിയുള്ളൂ. ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈസിയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനും കഴിയും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.